Good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഫാരഡേസ് ലോസ് പറഞ്ഞു. അപ്പോൾ ആ സെക്ഷൻ തീർന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ അയോൺസ് മുഖേനയാണ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടക്ടൻസ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. Conductance of electrolytes. അപ്പോൾ അതിനു മുന്നേ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് നമുക്ക് ഇലക്ട്രോലൈറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും എന്തിൻ്റെ ബേസിസിൽ എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാണുന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും രണ്ടാമത്തെ ഏതാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ aqueous solution even at moderately high concentrations is called strong electrolytes. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, അത് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ അക്വ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിരിക്കും. അക്വ സൊല്യൂഷൻ വേണമെന്നില്ല. ഈവൻ അറ്റ് മോഡറേറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻ ആയാൽ പോലും ആ ഇലക്ട്രോലൈറ്റ് എന്താണ്? കംപ്ലീറ്റ്ലി അയണൈസ്ഡ് സ്റ്റേറ്റിൽ കാണും. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ അക്വ സൊല്യൂഷൻ ഈവൻ അറ്റ് അക്വ സൊല്യൂഷൻ അല്ല, ഈവൻ അറ്റ് മോഡറേറ്റ്ലി അക്വ സൊല്യൂഷൻ ആണെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഈവൻ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. മനസ്സിലായല്ലോ? അതായത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അക്വ സൊല്യൂഷനിൽ അയണിക് സ്റ്റേറ്റിൽ കാണുന്നത് അതല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലായാൽ പോലും ആ ഇലക്ട്രോലൈറ്റ് എന്താണ്? കംപ്ലീറ്റ്ലി അയണൈസ്ഡ് സ്റ്റേറ്റിൽ കാണും. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമുക്കറിയാം, നമ്മുടെ HCl സ്ട്രോങ് ആസിഡ്സ് ആയിട്ടുള്ള HCl, H2SO4, HNO3, പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് ബേസസ് ആയിട്ടുള്ള NaOH, KOH, അതൊക്കെ മാത്രമല്ല ഇവ തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന സാൾട്ടായിട്ടുള്ള NaCl, അതുപോലെ തന്നെ KNO3, KCl, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് ഉദാഹരണമാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞാൽ എന്താണ്? എൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ അക്വ സൊല്യൂഷൻ ഈവൻ അറ്റ് മോഡറേറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് നോക്കുക. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ അക്വ സൊല്യൂഷൻ അറ്റ് മോഡറേറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോഡറേറ്റ്ലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്ത് വിചാരിക്കുക. ആ അവസ്ഥയിൽ എന്താണ്? അതൊരിക്കലും കംപ്ലീറ്റ്ലി അയണൈസ്ഡ് സ്റ്റേറ്റിൽ കാണില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? An electrolyte which is not completely ionized in aqueous solution at moderately high concentrations is called weak electrolyte. അതിന് ഉദാഹരണമാണ് ഇത്, എക്സാമ്പിളുകളാണ് ഇത്. നമ്മുടെ വീക്ക് ആസിഡ്സ് ലൈക്ക് HCN, പിന്നെ CH3COH അസറ്റിക് ആസിഡ്, പിന്നെ H2S, H3BO3, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് ഉദാഹരണമാണ്. ഇവിടെ പ്രത്യേകം എന്താണ്? ഇവിടെ ഒരു മോഡറേറ്റ്ലി ഹൈ കോൺസെൻട്രേഷനിലുള്ള ഒരു അക്വ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്? കംപ്ലീറ്റ്ലി അയണൈസ്ഡ് സ്റ്റേറ്റിൽ കാണില്ല. അയോൺസ് കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ രണ്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റിന് ഉദാഹരണമാണ് വീക്ക് ആസിഡ്സ് ആയിട്ടുള്ള അസിറ്റിക് ആസിഡ് പോലുള്ള ആസിഡ്സ്, പിന്നെ H3BO3, H2S, HCN. അതുപോലെ തന്നെ വീക്ക് ബേസസും ഉണ്ട്. വീക്ക് ബേസസ് പറഞ്ഞപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അനലിൻ, C6H5NH2, ഇവയെ പോലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്താണ്? നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ വിഭാഗത്തിൽ പെടുത്താൻ പറ്റും.
മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. എന്താണ്? ഡിഗ്രി ഓഫ് dissociation of an electrolyte. Degree of dissociation of an electrolyte. Degree of dissociation of an electrolyte. അപ്പോൾ എന്താണ് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഇലക്ട്രോലൈറ്റ് എത്രത്തോളം അയോണുകളായിട്ട് വിഘടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ആ ടേമിൽ തന്നെ ഉണ്ട് എത്രത്തോളം ഡിഗ്രിയിൽ എത്രത്തോളം അത് അയോണിക് സ്റ്റേറ്റിൽ ആ സൊല്യൂഷനിൽ കാണുന്നു എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് in solution at a given concentration and a given temperature is defined as the fraction of the total number of molecules of the electrolyte undergone dissociation. ആ ഒരു പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇവിടെ എന്തൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം? ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യണം. കാരണം ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വ്യത്യാസം വരും. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് in solution at a given concentration and a given temperature is defined as the fraction of the total number of molecules of the electrolyte undergone dissociation at that concentration at the specified temperature. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? എക്സാക്ട്ലി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഒരു ഇലക്ട്രോലൈറ്റ് എത്രത്തോളം അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൊല്യൂഷനിലുള്ള ഇൻഡിക്കേറ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെ കാണാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽഫ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഗിവൺ ബൈ number of molecules dissociated. എന്താണ്? number of molecules dissociated divided by total number of molecules. number of electrolyte molecules. ആണ് ഏതാണ്? ഇലക്ട്രോലൈറ്റിന്റെ മോളിക്യൂൾ. number of molecules dissociated divided by total number of molecules of electrolyte. നിങ്ങൾക്ക് കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ എന്നാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു number of molecules dissociated divided by total number of molecules. ഇതാണ് എന്ത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ് നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. The factors which influence the degree of dissociation. Factors which influence the degree of dissociation. Or alpha ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം എന്തൊക്കെ ഫാക്ടറുകളായിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന്. അവയെ നമ്മളെങ്ങനെയാണ് എന്തിൻ്റെ ബേസിലാണ് വർഗീകരിച്ചിരിക്കുന്നത്? ഒരു മോഡറേറ്റ്ലി കോൺസെൻട്രേഷൻ എടുക്കുമ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എന്താണ്? അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആവും. പക്ഷേ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എന്താണ്? അത് പാർഷ്യലി അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആവില്ല. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. എന്താണ്? നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? അപ്പോൾ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈവൻ അറ്റ് ഹൈ കോൺസെൻട്രേഷൻസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവ് ഹൈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷനിലായാലും അവരുടെ കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാണപ്പെടും. അപ്പോൾ അവയ്ക്ക് എന്ത് പറയാം?
ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വാല്യൂ കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഈവൺ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഹാവ് എ ഹൈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്നാൽ നമ്മൾ അതേ കണ്ടീഷനിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിലോ അപ്പോൾ അത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്ത് കാണുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം whereas under the same condition weak electrolytes have low degree of dissociation or disintegration or dissociation. അപ്പോൾ നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വ്യത്യാസം വരും. ഈവൻ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഹാവ് എ ഹൈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ whereas the same condition weak electrolyte have low degree of dissociation. അപ്പോൾ ഒരു ഫാക്ടർ കഴിഞ്ഞു. ഇനി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചർ ഓഫ് ദി സോൾവെൻ്റ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? നാച്ചർ ഓഫ് ദി സോൾവെൻ്റ്. നാച്ചർ ഓഫ് ദി സോൾവെൻ്റ്. സോൾവെൻ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? സോൾവെൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് സോൾവെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് സോൾവെൻ്റ് കൂടുന്തോറും ആ ഇലക്ട്രോലൈറ്റിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ അത് കുറയ്ക്കും. ഇലക്ട്രോലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന അതിലുള്ള ആറ്റംസ് കൂടിച്ചേർന്നിട്ടാണല്ലോ ഇലക്ട്രോലൈറ്റ് ഉണ്ടാകുന്നത്. ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിൽ ആറ്റംസ് കൂടിച്ചേർന്നിട്ടാണ്. ഇലക്ട്രോലൈറ്റിൻ്റെ ആറ്റംസ് കൂടിച്ചേർന്നിട്ടാണ് ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. ആ ആറ്റംസ് തമ്മിലുള്ള അട്രാക്ഷന് ആര് റെഡ്യൂസ് ചെയ്യും? ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടിയ സോൾവെൻ്റ് ആണെങ്കിൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ കുറയ്ക്കും. അട്രാക്ഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. അപ്പം നമുക്ക് പറയാം ആസ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഇൻക്രീസസ് ഡിസോസിയേഷൻ ഇൻക്രീസസ്. ആസ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് എ സോൾവെൻ്റ് ഇൻക്രീസസ് എന്താ ഉണ്ടാവുന്നത്? ഇൻക്രീസസ് ഡിസോസിയേഷൻ ഇൻക്രീസസ്. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡിസോസിയേഷൻ കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, നമ്മൾ വാട്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ടറിന് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുതലാണ്. ഏകദേശം 80ഓളമാണ് അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ എന്താണ്? ഒരു ഗുഡ് അയണൈസിങ് സോൾവെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? വാട്ടറിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുതലാണ്. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുമ്പോൾ എന്താണ്? ഇലക്ട്രോലൈറ്റ് മോളിക്യൂളിലെ ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതെന്ത് ചെയ്യും? കുറയ്ക്കും. അതല്ലേ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് എ സോൾവെൻ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് പവർ ടു റെഡ്യൂസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ എന്തിൻ്റെ മെഷറാണ്? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ്റെ കുറയ്ക്കുന്ന ഒരു ഫോഴ്സാണ്, കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് ഇത് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുമ്പം അട്രാക്ഷൻ കുറയും, അപ്പോൾ കൂടുതലായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് സോൾവെൻ്റിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് ഡിസോസിയേഷനിൽ വ്യത്യാസം വരുന്നത്. സോൾവെൻ്റ് നാച്ചർ പറഞ്ഞാൽ എന്ത് നോക്കണം? സോൾവെൻ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് നോക്കണം. സോൾവെൻ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുമ്പം ഡിസോസിയേഷൻ കൂടും. ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റും പിന്നെ ഈ പൊളാരിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ പൊളാർ നാച്ചർ കൂടുകയെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോലൈറ്റ് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്ത് കാണപ്പെടും. മനസ്സിലായോ? അപ്പോൾ വാട്ടറിന് കമ്പാരിറ്റീവ്ലി ഹൈ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ളത്. അപ്പോൾ അതൊരു ഗുഡ് അയണൈസിങ് സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. വാട്ടർ എന്താണ്? ഒരു ഗുഡ് അയണൈസിങ് സോൾവെൻ്റ് ആണ്. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാണ്? ഡയലക്ട്രിക് കോൺസ്റ്റൻ്റെ വാല്യൂ 80 ആണ്. ഏകദേശം 80 ആണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഫാക്ടർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോൺസെൻട്രേഷൻ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചറിയാം, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡയലൂഷൻ. അല്ലേ? നമ്മൾ കൂടുതൽ സോൾവെൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കൂടുതൽ ഇപ്പം അക്വ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യും തോറും, ആ ഇലക്ട്രോലൈറ്റിക്ക് കൂടുതൽ വാട്ടർ ആഡ് ചെയ്യും തോറും എന്താണ്? ഇലക്ട്രോലൈറ്റ് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്ത് കാണുക ചെയ്യുക. അല്ലേ? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അപേക്ഷിച്ചിട്ട് നമ്മൾ ഡൈലൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഡൈലൂട്ടഡ് സൊല്യൂഷൻ എന്താണ്? കൂടുതൽ അയോൺസ് ഡിസോസിയേറ്റ് ചെയ്ത് കാണുക ചെയ്യുക. അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ കുറയും തോറും അതല്ലെങ്കിൽ ഡൈലൂഷൻ കൂടും തോറും എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. മനസ്സിലായോ? എന്താണ്? ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡൈലൂഷൻ. ഡൈലൂഷൻ കൂടുന്നതോറും എന്താണ്?
ഡിസോസിയേഷൻ കൂടും, ഡിസോസിയേഷൻ്റെ എമൗണ്ട് കൂടും. മനസ്സിലായോ? ആൻഡ് റീച്ചസ് എ ലിമിറ്റിംഗ് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഡൈലൂഷൻ കൂടുന്തോറും എന്താണ്? ഡിസോസിയേഷൻ്റെ എമൗണ്ട് കൂടി വരും. എന്നിട്ട് അവസാനം എന്താണ്? ഒരു ലിമിറ്റിംഗ് വാല്യൂവിലെത്തും. അങ്ങനെ ലിമിറ്റിംഗ് വാല്യൂവിലെത്തുമ്പോഴുള്ള ആ ഡൈലൂഷൻ നമ്മൾ ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് വിളിക്കും. എന്താണ്? അങ്ങനെ മാക്സിമം വാല്യൂവിലെത്തി ഒരു ലിമിറ്റിംഗ് വാല്യൂവിലെത്തില്ലേ, ആ സമയത്തുള്ള ഡൈലൂഷനെ, ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ ഡൈലൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ കോൺസെൻട്രേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ increases with increasing dilution. That means increasing with decreasing concentration നമുക്ക് പറയാം. And reaches a limiting value at infinite dilution. മനസ്സിലായില്ലേ? അപ്പം കോൺസെൻട്രേഷൻ കൂടുന്തോറും എന്താണ്? കോൺസെൻട്രേഷൻ കൂടുന്തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. അതല്ലേ നമുക്ക് എന്ത് പറയാം? ഡൈലൂഷൻ കൂടുന്തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും? കൂടുന്നു പറയാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെയാണ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനി ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ്. അടുത്ത ഫാക്ടർ എന്താണ്? ടെമ്പറേച്ചറായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുന്തോറും എന്താണ്? സ്വാഭാവികമായിട്ടും ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യും. ഇത് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് കൂടുതൽ അയോൺസ് ആയിട്ട് കാണപ്പെടും. അപ്പോൾ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഇൻക്രീസ് ചെയ്യും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൾസോ ഇൻക്രീസസ്. ഇനി വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്, പ്രസൻസ് ഓഫ് കോമൺ അയോൺ. നിങ്ങൾ കോമൺ അയൺ ഇഫക്റ്റ് പഠിച്ചതാണ്. കോമൺ അയൺ, പ്രസൻസ് ഓഫ് കോമൺ അയൺ. അതിനാണ് നമ്മൾ പറയുന്നത്, ഇത് എന്തിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ കോമൺ അയൺ ഇഫക്റ്റിൻ്റെ പ്രസൻസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ ഇപ്പോൾ എ ബി എന്നുള്ള ഇലക്ട്രോലൈറ്റിൽ 2 അയോൺ ഉണ്ട്, എയും ബിയും. അപ്പോൾ നമ്മളൊരു വേറൊരു സബ്സ്റ്റൻസ് ആക്കി ആഡ് ചെയ്യാണ്. അതിൽ ഒരു കോമൺ അയോൺ ആയിട്ടുള്ള എയോ അല്ലെങ്കിൽ ബിയോ ഉണ്ട് വിചാരിക്കുക. എന്താണ്? നമ്മുടെ ഇലക്ട്രോലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ വേറൊരു സബ്സ്റ്റൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിലെന്താണ്? ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ കോമൺ അയണായ എ, ഈ ആഡ് ചെയ്യുന്നതിൽ ഈ ഇലക്ട്രോലൈറ്റിൻ്റെ കോമൺ അയണായ എയോ ബിയോ ഉണ്ടെങ്കിൽ ഈ എ ബിയുടെ ഡിസോസിയേഷൻ അതെന്ത് ചെയ്യും? കുറയ്ക്കും. മനസ്സിലായില്ലേ? എന്താണ്? നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ട്, അതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു അയണിന് ഉള്ള വേറൊരു അയോൺ, അതായത് ഇതിൽ കോമൺ ആയിട്ടുള്ള അയോൺ ഉള്ള വേറൊരു സബ്സ്റ്റൻസ് നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ എ ബി എന്നുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ അതെന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ വേറൊരു ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു കോമൺ അയോൺ ഉണ്ടിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ അതെന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അതാണ് കോമൺ അയണിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ പ്രസൻസ് ഓഫ് അനദർ ഇലക്ട്രോലൈറ്റ് that furnishes a common ion decreases the degree of ionization of an electrolyte. വേറെ ഇലക്ട്രോലൈറ്റ് അതിലേക്ക് ആഡ് ചെയ്യാണ്. അതിൽ ആൾറെഡി ആ ഇലക്ട്രോലൈറ്റുള്ള കോമൺ അയൺ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഇലക്ട്രോലൈറ്റിൻ്റെ, അതായത് ഏതിക്കാണോ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ അതെന്ത് ചെയ്യും? കുറയ്ക്കും. മനസ്സിലായോ? ഈ ഫിനോമിനയാണ് നമ്മൾ കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഫാക്ടറാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും ആലോചിച്ചാൽ മതി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈവൻ അറ്റ് ഹൈ കോൺസെൻട്രേഷനിൽ എന്താണ്? ഹൈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ അതേ കണ്ടീഷനിൽ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായിരിക്കും. പിന്നെ നാച്ചർ ഓഫ് ദി സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് പറയുമ്പോൾ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും ഡിസോസിയേഷൻ കൂടും. ഇപ്പോൾ വാട്ടർ ഒരു ഗുഡ് അയണൈസിങ് സോൾവെൻ്റ് ആണ്, കാരണം അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടുതലാണ്. മനസ്സിലായോ? ഇനി അടുത്തത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞതാണ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കൂടുന്തോറും എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയുക ചെയ്യുക. അതല്ലേ നമുക്ക് പറയാം കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതല്ലെങ്കിൽ നമുക്ക് അതിനെ വേറെ രീതിയിൽ പറയാം, ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇൻ ഇലക്ട്രോലൈറ്റ് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡൈലൂഷൻ. കോൺസെൻട്രേഷൻ കൂടുമ്പം എന്താണ്? ഡിസോസിയേഷൻ്റെ റേറ്റ് കുറയാണ്. അപ്പം നമുക്ക് പറയാം കോൺസെൻട്രേഷൻ കുറവാവുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും?
കൂടുമെന്ന് പറയാം. കോൺസെൻട്രേഷൻ കുറവാണ് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ഡൈലൂഷൻ്റെ റേറ്റ് കൂടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ എന്താണ്, ഡൈലൂഷൻ കൂടി എന്ന് പറയാം. കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്തു പറയാം. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈലൂഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ, അതായത് ഡൈലൂഷൻ കൂടിയാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ് ചെയ്യും. അതാണ് കോൺസെൻട്രേഷനെ പറ്റി പറയുന്നത്. പിന്നെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ പ്രസൻസ് ഓഫ് കോമൺ അയൺ ആണ്. നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ വേറെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാവുക, അത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ അടങ്ങിയിട്ടുള്ള കോമൺ അയൺ ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ അത് കുറയ്ക്കും, സപ്രസ് ചെയ്യും. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ അയൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറിയണം, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി നിങ്ങൾ റിഫ്രഷ് ചെയ്താൽ മതി, ഓർമ്മയിൽ വരുത്തിയാൽ മതി, മറന്നു പോകരുത്. പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓംസ് ലോ ആണ്. എന്താണ്? ഓംസ് ലോ. നമ്മൾ കണ്ടക്ടൻസ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ലോസ് പറയണം, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത് പറയുന്നതാണ് ഓംസ് ലോ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓംസ് ലോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ആയാലും അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടർ ആയാലും അതിൻ്റെ കണ്ടക്ടൻസ്, അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ടൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് ലോ ഉപയോഗിച്ചിട്ടാണ്? നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആസ് വെൽ ആസ് മെറ്റാലിക് കണ്ടക്ഷൻ രണ്ടും ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഇത് ഓംസ് ലോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓംസ് ലോ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഓംസ് ലോ ഗവേൺസ് ബോത്ത് ദ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആൻഡ് മെറ്റാലിക് കണ്ടക്ഷൻ. മെറ്റാലിക് കണ്ടക്ഷൻ ആയാലും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആയാലും അത് ഒബേ ചെയ്യുന്ന ലോ ആണ് ഇത് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോയെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഓംസ് ലോയെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, I ഈക്വൽ ടു E ബൈ ആർ എന്ന് എക്സ്പ്രസ് ചെയ്യാം. I ഈക്വൽ ടു E ബൈ ആർ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടാണ്. I ഈസ് ദ കറണ്ട് സ്ട്രെങ്ത് ഇൻ ആംപിയർ. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. E എന്ന് പറഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ വോൾട്ട്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓംസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓംസ് ആണ്. അതിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഗ്രീക്ക് ലെറ്ററിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. I ഈക്വൽ ടു ദ കറണ്ട് പാസിംഗ് ത്രൂ എ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, അതല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ നമുക്ക് എന്ത് എഴുതാം? I ഈക്വൽ ടു E ബൈ ആർ എന്ന് എഴുതാം. E എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റാലിക് കണ്ടക്ടർ ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. അതാണ് എന്ത്? ആർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് കണ്ടക്ടൻസ് എന്താ നോക്കാം. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. റെസിപ്രോക്കൽ ഓഫ് ദിസ് റെസിസ്റ്റൻസ്. കണ്ടക്ടൻസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? അതിന് നമ്മൾ G വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മൾ C വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ ഈ പറയുന്നതൊക്കെ സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം. കണ്ടക്ടൻസ് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് G വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ്? C വെച്ചിട്ടാണ്. അപ്പോൾ കണ്ടക്ടൻസ് ഈസ് ഗിവൺ ബൈ 1/R ആണ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. The reciprocal of resistance is called conductance. The reciprocal of resistance is called conductance. It is denoted by capital G or C. Capital C. അപ്പോൾ ശരിക്കും എന്താ ഈ കണ്ടക്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ടു ഫ്ലോ ഇലക്ട്രിസിറ്റി ത്രൂ എ കണ്ടക്ടർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടക്ടൻസ് എന്താവും? ഇറ്റ് ഈസ് ദ ഈസിനെസ്, എന്ത് പറയാം? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഈസ് വിത്ത് വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ആണ്. എന്താണ്? കണ്ടക്ടൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഈസ് വിത്ത് വിച്ച് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. ആൻഡ് കണ്ടക്ടൻസ് C or G ഈസ് ഗിവൺ ബൈ 1/R. മനസ്സിലായോ? ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്.
ഇനി നമ്മൾ ഈ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താണ്? ഓം ആണ്. അപ്പോൾ 1/Ω എന്ന് എഴുതാം. അതാണ് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓം ഇൻവേഴ്സ് ആണ്. ഈ ഓം ഇൻവേഴ്സിന് തന്നെ നമ്മൾ എന്ത് പറയും? സൈമൺ എന്ന് വിളിക്കാറുണ്ട്, സൈമൻസ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് SI യൂണിറ്റിൽ എന്താണ് നമ്മൾ ഈ ഓം ഇൻവേഴ്സിനെ നമ്മൾ എന്താ പറയുക? SI യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സൈമൺസ് അല്ലെങ്കിൽ സിമൻസ് എന്നും പറയാറുണ്ട്. സൈമൺസ് അല്ലെങ്കിൽ സിമൻസ്. അപ്പം SI യൂണിറ്റിൽ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്താണ്? സിമൻസ് എന്നാണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ S വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ കണ്ടക്ടൻസിൻ്റെ 2 യൂണിറ്റ് പറയാറുണ്ട്, ഓം ഇൻവേഴ്സ്. SI യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എസ്സും യൂസ് ചെയ്യാറുണ്ട്, മറന്നു പോലൂ. അപ്പോൾ ഈ സിമൻസ് അല്ലെങ്കിൽ S കണ്ടു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ? അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ റെസിസ്റ്റൻസ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടറുമാണ്. എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് പറയാം. ആ കണ്ടക്ടറിൻ്റെ ഏരിയ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ലെങ്ത് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു റോ ഇൻറ്റു L/A എന്ന് എഴുതി. റോ ഇൻറ്റു L/A എന്ന് എഴുതി. ഈ റോയെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് റോയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നും പറയും കേട്ടോ. റെസിസ്റ്റിവിറ്റി എന്നും പറയും. റെസിസ്റ്റിവിറ്റി എന്നും പറയും. അല്ലെങ്കിൽ എന്ത് പറയും? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും. അതല്ലെങ്കിൽ എന്ത് പറയും? നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നും പറയും. റെസിസ്റ്റിവിറ്റി. അപ്പം നോക്കി നോക്കൂ, ഇതിന് നമുക്ക് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാലോ. R ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. R ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഈ റോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സപ്പോസ് ഈ L നമ്മൾ 1 കൊടുക്കുക. ഏരിയ ഓഫ് കണ്ടക്ടർ ലെങ്ത് ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ എന്താണ്? 1 ആണ് വിചാരിക്കുക. അതായത് സപ്പോസ് ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 1. ആ സമയത്ത് നമുക്ക് എന്ത് എഴുതാം? R ഈക്വൽ ടു റോ ഇൻറ്റു 1/1 വരും. എഴുതാലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ് എന്തിന് ഈക്വലൻ്റ് ആവും? റെസിസ്റ്റിവിറ്റിക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം? റെസിസ്റ്റിവിറ്റി the specific resistance or resistivity is defined as the resistance in ohms of a conductor of length 1 cm and area of cross section 1 cm square. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്? The specific resistance of a material is defined as the resistance. ആ റെസിസ്റ്റൻസ് എന്തിനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ഓംസിലാണ്. റെസിസ്റ്റൻസ് in ohms of a conductor of length L and area of cross section 1. length 1 and area of cross section equal to 1. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഒന്നുകൂടി എങ്ങനെ നമുക്ക് പറയാം? ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി, ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ, അതിനെ തന്നെ നമ്മൾ എന്ത് പറയുന്നു? റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് expressed in ohms. Resistance expressed in ohms of a conductor of length, ഇവിടെ എത്ര എടുത്ത് നമ്മൾ? of length 1 cm and area of cross section equal to 1 cm. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് പറഞ്ഞാലും റെസിസ്റ്റിവിറ്റി പറഞ്ഞാലും എന്താണ്? ഒന്നാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അറിയണം. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം നമ്മൾ എന്നാ ഇത് ഡിറൈവ് ചെയ്ത് R ഈക്വൽ ടു
റോ ഇൻറ്റു എൽ ബൈ എ. ഇതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡെഫിനേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. നമ്മൾ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ആറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, ഓം ആണ്, സോറി ഓം ഇൻവേഴ്സ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആകുമ്പോൾ എന്താവും, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത്തിൻ്റെ എന്താണ്, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സെൻറ്റിമീറ്ററും ഇവിടെ ഉള്ളൊരു സെൻറ്റിമീറ്ററും കട്ട് ചെയ്ത് പോകും. അപ്പോൾ യൂണിറ്റ് എന്ത് കിട്ടും, ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോറി, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ, കണ്ടക്ടൻസിൻ്റെ ആണ് ഓം ഇൻവേഴ്സ് കിട്ടുക. സോറി, റെസിസ്റ്റൻസിൻ്റെ എന്താണ്, ഓം തന്നെയല്ലേ. കണ്ടക്ടൻസിൻ്റെ ആണ് 1/Ω വരിക, 1/Ω വരിക, ഓം ഇൻവേഴ്സ് ആവുക. സോറി, റെസിസ്റ്റൻസിൻ്റെ എന്താണ്, ഓം തന്നെയാണ് കേട്ടോ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ്. അപ്പോൾ ഓം ഇൻവേഴ്സ് വരില്ല, ഇവിടെ എന്താവും, ഓം സെൻറ്റിമീറ്റർ എന്ന് വരും. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കാണുന്നത്, നമുക്കറിയാം ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. റോയെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് കിട്ടും. ആറ് എന്ന റെസിസ്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഓം ഇൻവേഴ്സ് അല്ലേ, ഓം ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്ത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, ഓം സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് ഓഫ് റോ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു ഓം സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ടേം കൂടി ഉണ്ട്, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ്. എന്താണ് കണ്ടക്ടിവിറ്റി? ഇപ്പം നമ്മൾ പറഞ്ഞത് റെസിസ്റ്റിവിറ്റിയും സ്പെസിഫിക് റെസിസ്റ്റൻസും ആണ്. അതുപോലെ ഇവിടെ വേറൊരു ടേം കൂടി ഉണ്ട്, എന്താണ് കണ്ടക്ടിവിറ്റി ആൻഡ് സ്പെസിഫിക് കണ്ടക്ടൻസ്. അതല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ്. എന്താണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോളൂ. ദ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി of any conductor is the reciprocal of the specific resistance. It is represented by the symbol capital K. K വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി പറഞ്ഞില്ലേ, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായി, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് ആയി. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് എടുത്തു, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ അതിനെ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് കിട്ടും. അതായത് 1/ρ ആണ് എന്ത് പറയുന്നത്, കെ എന്ന് പറയുന്നത്. എന്താണ് 1/ρ ആണ് നമ്മൾ കെ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കി നോക്കൂ. നമുക്കറിയാം, അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുക. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, ഈ റോ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടില്ലേ, റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എന്ന് എഴുതിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റോയെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് കിട്ടും ഇല്ലേ. റോ ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് കാരണം എന്താണ്, ഇത് എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 1/, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ 1/, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത് നമുക്ക് കണ്ടക്ടിവിറ്റി എഴുതി കൂടെ, 1/ρ ഈക്വൽ ടു 1/r ഇൻറ്റു എൽ ബൈ എ. ഇവിടെയൊക്കെ എന്ത് എടുക്കണം, നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇതാണ് എന്ത് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് ഡിഫൈൻ ചെയ്തൂടെ, എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു പണിയാണ്, നമുക്ക് ഈ 1/ρ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/ρ പറഞ്ഞാൽ നമുക്കൊരു കെ വെച്ചിട്ട്, അതാണ് ഇത് 1/ρ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് എന്തുകൊണ്ടാണ്, കെ കൊണ്ടാണ്. അപ്പോൾ 1/ρ ഈക്വൽ ടു കെ ആണ്. 1/r പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 1/r കണ്ടക്ടൻസ് ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്താണ്, 1/r ആണ്. 1/r എന്താണ്, കണ്ടക്ടൻസ് ആണ്. അതിന് നമ്മൾ ക്യാപിറ്റൽ ജി ഓർ ക്യാപിറ്റൽ സി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇവിടെ നമുക്ക് ജി എടുക്കാം. അപ്പോൾ ഈ 1/r എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, ജി എന്ന് എഴുതാം. ദാറ്റ് ഈസ് കണ്ടക്ടൻസ് ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതാം. എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം നമുക്ക്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയാണ്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ടൻസ് ആണ്. മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസിനെ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം.
സപ്പോസ് ഞാൻ ഈ എൽ എന്തെടുക്കുക 1 എടുക്കുക 1 യൂണിറ്റ് എടുക്കുക ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ എന്തെടുക്കുക 1 യൂണിറ്റ് എടുക്കുക അപ്പോൾ എന്താവും സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി എന്തിന് ഇക്വലൻ്റ് ആവും കണ്ടക്ടൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടറിന് ഇക്വലൻ്റ് ആവും മനസ്സിലായോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്താണ് ദസ് കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഓഫ് എ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം ദ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ഇൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഓഫ് എ കോളം ഓഫ് ഇറ്റ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടെ നമ്മളൊരു സൊല്യൂഷനാണ് എടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ അതിന് നമ്മൾ ഈ ഡയമെൻഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയയും ഡയമെൻഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം എങ്ങനെ ദ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഓഫ് എ കോളം ഓഫ് ഇറ്റ് ആ കോളത്തിൻ്റെ പ്രത്യേകം എന്താണ് കോളം ഓഫ് ഇറ്റ് ഹാവിങ് ഓർ കോളം ഓഫ് ഇറ്റ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കേസിൽ കണ്ടക്ടൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓർ കണ്ടക്ടൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഇനി നമ്മൾ പറയുന്നതാണ് യൂണിറ്റുകളാണ് പറയുന്നത് രണ്ടും നമ്മൾ യൂണിറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയണം കണ്ടക്ടൻസ് ഓഫ് എ കോളം ഓഫ് ഇറ്റ് ഹാവിങ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മനസ്സിലായോ അതാണ് എന്ത് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി നമ്മൾ ഈ ഒരു സ്പെസിഫിക് കണ്ടക്ടൻസിന് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ സ്പെസിഫിക് കണ്ടക്ടൻസിനെ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ നമുക്ക് വേറെ രീതിയിലും ഡിഫൈൻ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോളൂ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് അതല്ലെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് വന്നാൽ മതി 1 സെൻറ്റിമീറ്റർ എന്നാവണമെന്നില്ല 1 മീറ്റർ ക്യൂബ് ആയാലും മതി യൂണിറ്റ് അതായത് യൂണിറ്റാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ 1 മീറ്റർ ക്യൂബ് SI യൂണിറ്റിലാണെങ്കിൽ നമ്മൾ മീറ്ററാണ് പറയാറ് 1 മീറ്റർ ക്യൂബ് ഓഫ് ദി സൊല്യൂഷൻ കെപ്റ്റ് ബിറ്റ്വീൻ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പ്ലേസ്ഡ് യൂണിറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് മനസ്സിലായോ അതായത് നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് വെസൽ എടുക്കുക അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എത്രയാണ് യൂണിറ്റ് വോളിയാണ് അത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആവാം അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം അതായത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് സൊല്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് സൊല്യൂഷൻ ആവാം മനസ്സിലായോ അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് വെസലിൽ എടുക്കുക അവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ് 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ് നമ്മളിവിടെ പറയുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് കാരണം ഇനേർട്ട് ഇലക്ട്രോഡാണ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം യൂണിറ്റ് ഡിസ്റ്റൻസിൽ വെക്കണം അതായത് മീറ്റർ ക്യൂബിലാണ് നമ്മൾ സൊല്യൂഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 1 മീറ്റർ ഡിസ്റ്റൻസ് വെക്കാം സെൻറ്റിമീറ്റർ ക്യൂബുള്ള സൊല്യൂഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് അപ്പാർട്ട് വെക്കാം പിന്നെ മാത്രമല്ല ഇലക്ട്രോണിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര ആയിരിക്കണം യൂണിറ്റ് മീറ്റർ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക ആ ഇലക്ട്രോഡ്സിന് ഉണ്ടായിരിക്കുക മനസ്സിലായോ അത്തരത്തിലുള്ള ആ സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ഉണ്ടാവും സ്പെസിഫിക് കണ്ടക്ടൻസിന് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും അപ്പോൾ എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഏതൊക്കെ തരത്തിൽ ഡിഫൈൻ ചെയ്യാം ഒന്ന് ആദ്യത്തെ സിമ്പിൾ ഡെഫിനേഷൻ എന്താണ് ദ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ദ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ജി എന്ന് പറയുന്നത് എന്താണ് കണ്ടക്ടൻസ് ഓഫ് പിന്നെ ഇത് നോക്കാം ഇവിടെ രണ്ടും നമ്മൾ ഒന്നെടുത്തു കണ്ടക്ടൻസ് ഓഫ് എ കോളം ഓഫ് ഇറ്റ് ഹാവിങ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതാണ് എന്ത് നമ്മൾ കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി അത് നമുക്ക് വേറെ രീതിയിലും പറയാം എന്താണ് നമ്മൾ പറഞ്ഞത് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് വെസൽ എടുത്തു ആ വെസലിൽ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയാണ് അതായത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എടുത്തിരിക്കുന്നത് മീറ്റർ ക്യൂബ് ആണെങ്കിൽ 1 മീറ്റർ ക്യൂബ് വോളിയുള്ള സൊല്യൂഷൻ എടുത്തു
എന്നിട്ട് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് വെസലിലേക്ക് നമ്മളത് ആഡ് ചെയ്തു. ആഡ് ചെയ്യുക മാത്രമല്ല അവയിൽ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡ്സിലും പ്രത്യേകത ഉണ്ട്. ആ ഇലക്ട്രോഡ്സ് നമ്മൾ എത്ര വ്യത്യാസം പാടും? യൂണിറ്റ് ഡിസ്റ്റൻസേ വരാൻ പാടും. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസേ അവ തമ്മിൽ വരാൻ പാടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കണം? ആ ഇലക്ട്രോഡ്സിൻ്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം. അപ്പം ആ സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് പറയുന്നത്? ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. Conductivity or specific conductance of an electrolyte solution is the conductance of 1 centimeter cube or 1 meter cube SI unit of the solution kept between two platinum electrodes with a unit area of cross section and placed at a unit distance apart. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്കിതിൻ്റെ യൂണിറ്റ് എന്താ നോക്കാം. യൂണിറ്റ് ഞാൻ പറയാം. കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് കിട്ടുക. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് കിട്ടുക. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കിട്ടുക. ഈ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ മാറാം കേട്ടോ. SI യൂണിറ്റിലാണെങ്കിൽ മീറ്റർ ആവാം. ഇവിടെ ഓം ഇൻവേഴ്സിന് നമ്മൾ നേരത്തെ സൈമൺ എന്ന് കൊടുത്തില്ലേ? SI യൂണിറ്റിലാകുമ്പോൾ S വരാം, മീറ്റർ സെൻറ്റിമീറ്റർ പറഞ്ഞിട്ട് മീറ്ററും വരാം. മനസ്സിലായോ? ഓം ഇൻവേഴ്സിനെയാണ് നമ്മളത് നേരത്തെ സൈമൺ എന്നും പറയാൻ നമ്മൾ പറഞ്ഞു. ഇനി ഇതെങ്ങനെ ഈ യൂണിറ്റ് കിട്ടിയത്? ഈ യൂണിറ്റ് കിട്ടിയത് ഇതിൽ നിന്നാണ്. നോക്കി നോക്കൂ. നമുക്കറിയാം K = G × L/A നമുക്കറിയാം. അപ്പോൾ ഈ കെയുടെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കാണാം? ജിയുടെ യൂണിറ്റ് എന്താണ്? കണ്ടക്ടൻസിൻ്റെ 1/R ആണ്. അപ്പോൾ ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ സ്ക്വയറും ഈ സെൻറ്റിമീറ്ററും വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓം ഇൻവേഴ്സ് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇതാണ് സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഓം ഇൻവേഴ്സിന് നമുക്ക് സൈമൺസ് എന്ന് വിളിക്കാം. സൈമൺ മീറ്റർ ഇൻവേഴ്സ് എന്നാവും. അപ്പം സൈമൺ എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റിലുള്ള കണ്ടക്ടൻസിൻ്റെ യൂണിറ്റാണ്. സെൻറ്റിമീറ്റർ നമ്മൾ SI യൂണിറ്റിൽ എടുക്കുമ്പോൾ എന്താവും? മീറ്റർ ആവും. മീറ്റർ ഇൻവേഴ്സ് എന്നാവും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റൊന്നും നിങ്ങൾ മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് പല കോമ്പറ്റീറ്റീവ് എക്സാമിലൊക്കെ ഇതിൻ്റെ യൂണിറ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ യൂണിറ്റൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കാം. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഡിഫൈൻ specific conductance bar conductivity of an electrolytic solution and mention its unit. And unit to mention ചെയ്യണം. and mention its unit. mention its unit. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ specific resistance bar resistivity of a conductor and mention its unit. അതിൻ്റെ യൂണിറ്റ് മെൻഷൻ ചെയ്യുക. and mention its unit. ഓക്കെ, ഇത് 2 ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മൂന്നാമത്തെ ഡിഫൈൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് an electrolyte. അതിന് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഓഫ് an electrolyte. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. and what are the factors affecting degree of dissociation alpha. അത് അത്രയും ക്വസ്റ്റ്യൻ ആണ്
അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്കിട്ട് ചെയ്തിട്ട് അയച്ചു തരണം. അതിൻ്റെ ഫാക്ടേഴ്സ് ഈ എഫക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എഫക്റ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആൽഫ. Define degree of dissociation alpha of an electrolyte and what are the factors influence degree of dissociation. അപ്പോൾ ഇത്രയാണ് എന്ത് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, ശരി.